നമസ്കാരം. ഫ്രൈഡോ SSC അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നൊരു ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഓക്കെ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ലെസണിൽ ചെയ്തിരുന്നതാണ് എങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A:B = 3:2, B:C = 3:4, then A:C. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് A:B:C എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പറയാം, ജസ്റ്റ് ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, നമുക്ക് കഴിഞ്ഞ കാര്യം ഒന്ന് ഓർമ്മിച്ചിട്ട് പുതിയൊരു ഡയറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, 3:2, അതുപോലെ രണ്ടാമത് 3:4 അല്ലെ, 3:2ഉം 3:4 നമ്മുടെ റേഷ്യോ അല്ലേ. നമുക്ക് A:Bയും B:C ആണെന്നില്ല. അങ്ങനെയാണെങ്കിൽ A:B:C അത് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? നമ്മൾ പറഞ്ഞു ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ്റെ ഭാഗത്തുള്ള A 9 കിട്ടി. B:C എന്ന് പറയുമ്പോൾ ബീൻ്റെ ഭാഗം 3 × 2 6 കിട്ടും. സോ 9:6 × 8. ഇതാണ് A:B:C എന്ന് പറയുന്നത്. എത്രയാണ്? 9:6:8 ആണ് A:B:C എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ചോദിച്ചിട്ടുള്ളത് A:C മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 9:8 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 9:8. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഡയറക്റ്റായിട്ട് ചെയ്യാം. നമുക്കിങ്ങനെ A:B:C എഴുതേണ്ട, A:C മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 3 ഇല്ല, ലെഫ്റ്റ് സൈഡിലെ ഈ 2 സംഖ്യയും മൾട്ടിപ്ലൈ ചെയ്താൽ 9 എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ 2 സംഖ്യയും മൾട്ടിപ്ലൈ ചെയ്താൽ 8 എന്ന് കിട്ടും. അപ്പോൾ അതാണ് A:Bയും A:C എന്ന് പറയും, 9:8. അപ്പോൾ നമ്മൾ ഇത്തരം എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് കണ്ടുപിടിക്കാം. നോക്കാം. ആദ്യത്തെ റേഷ്യോയുടെ A:B, B:C ആദ്യത്തെ എയും ബിയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 3യും 3യും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എൻ്റെ ടേം കിട്ടും. അതുപോലെ 4ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. 9:8 നമുക്ക് ഡയറക്റ്റ് കിട്ടി. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതിയ സ്റ്റെപ്പായിട്ട് ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. 1-2 ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വാല്യൂസ് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് ഇതുപോലെ നോക്കിയിട്ട് എന്ത് ചെയ്യാം? ആൻസർ ചെയ്താം. പേന എടുക്കാതെ തന്നെ ആ റേഷ്യോയിലേക്ക് എത്താം. ഓക്കെ, നെക്സ്റ്റ് A:B = 2:3, B:C = 6:11. A:B:C ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ടൊന്ന് ചെയ്യാം. എന്താണ്? ആദ്യം 2 × 6 ഏത് ടേം 12 വരും അല്ലേ. 12 A:12 നെക്സ്റ്റ് രണ്ടാമത്തെ ടൈം എന്താണ്? ഈ 3യും ഈ 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 3 × 6 18 വരും. ഓക്കെ, 18. മൂന്നാമത്തെ ടൈം അവസാനത്തെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും. 3യും 11ഉം 33 എന്ന് കിട്ടും. 33. ഓക്കെ, ഇത് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാം. ആബ്സല്യൂട്ട് റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ ബൈ 3 കോമൺ ആയിട്ട് 3 ആണുള്ളത്. അപ്പോൾ എന്ത് കിട്ടും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4:6:11. ഇതാണ് നമ്മുടെ ആൻസർ. 6:11 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുക. 4:6:11 ആണ് നമ്മുടെ ആൻസർ. A:B:C എന്ന് പറയും. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് എഴുതാം. 2 × 6 ചെയ്ത് 12 കിട്ടി. 3 × 6 18 കിട്ടി. 3 × 11 33. ഓക്കെ, ഇതാണ് A:B:C കാണാനുള്ള പരിപാടി. A:Bയും B:C തന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വേരിയബിൾ ആണുള്ളത്. ഇതിൽ കൂടുതൽ വേരിയബിൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് 5 വേരിയബിൾ ഉള്ള ഒരു ടൈമാണ്. A:B = 1:2, B:C = 3:4, C:D = 6:9, D:E = 12:16. ദെൻ A:B:C:D:E കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ 4 തന്നിട്ടുള്ളൂ, ഇയും കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താ തരുന്നത്? A:B 1:2. അപ്പം ഞാൻ ഓരോന്നും എടുത്ത് ചെയ്താണ്. ഓക്കെ, 1:, ആദ്യത്തെ 1:2 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ കയ്യിൽ 5 വേരിയബിളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം ഓരോന്നും. ആദ്യത്തെ 1:2 അല്ലേ, 1:2. രണ്ടാമത് 3:4. നെക്സ്റ്റ് 6:9. ഈ 6:9നെയും 12:16 എനിക്ക് എന്ത് ചെയ്യും? ഒന്ന് റെഡ്യൂസ് ചെയ്ത് എത്ര ഇട്ടാൽ 6 എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് 3 ഉണ്ട്. 6:9 അപ്പോൾ എന്ത് വരും? 2:3 എന്ന് വരും. ഇടന്ന് വരും 3:4 എന്ന്. അപ്പോൾ ഞാൻ ആ റേഷ്യോ ആണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, ആ റേഷ്യോ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. 2:3 എന്ന് വരും. അവസാനത്ത് എന്ത് വരും? 3:4 എന്ന് വരും. ഇങ്ങനെ 4 റേഷ്യോസാണ് എനിക്കുള്ളത്. 4 റേഷ്യോസും അതുപോലെ 5 വേരിയബിൾസും. 4 റേഷ്യോസും 5 വേരിയബിൾ. അപ്പോൾ എനിക്ക് 5 വാല്യൂ കിട്ടണം. A:B, C:D എന്ന് പറഞ്ഞാൽ 5 വാല്യൂ കിട്ടണമെങ്കിൽ 5 വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്? ജസ്റ്റ് നോക്കാം. ആദ്യത്തെ വാല്യൂ കിട്ടാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ വാല്യൂ കിട്ടാൻ ലെഫ്റ്റ് സൈഡിലെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ആദ്യത്തെ വാല്യൂ കിട്ടും. 1 × 3 × 2 × 3 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അടുത്തത് ചെയ്യാൻ നോക്കാം.
ഈ ഒരു ഗ്രൂപ്പിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഏത് ഗ്രൂപ്പിനെ? 2 × 3 × 2 × 3. അതായത് ആദ്യത്തെ റേഷ്യോയിലെ രണ്ടാമത്തെ ടേമും ബാക്കി റേഷ്യോയിലെ ഒന്നാമത്തെ ടേമും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ എനിക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ സാധനം, അതായത് A/B എന്ന ടേം കിട്ടും. ഓക്കെ, മൂന്നാമത്തെ ചെയ്യാൻ എന്താ വേണ്ടേ? മൂന്നാമത്തെ ചെയ്യാൻ ആദ്യ രണ്ട് റേഷ്യോയിലെ രണ്ട് ടേമിനെയും മറ്റ് രണ്ട് റേഷ്യോയിലെ ആദ്യത്തെ ടേമിനെയും എന്ത് ചെയ്യാം? ഈ ഗ്രൂപ്പിനെ മൾട്ടിപ്ലൈ 2 × 4 × 2 × 3 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും A/B/C എന്ന മൂന്നാമത്തെ ടേം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം? ആദ്യ മൂന്ന് റേഷ്യോയിലെ രണ്ടാമത്തെ ടേമും നാലാമത്തെ റേഷ്യോയിലെ ആദ്യത്തെ ടേം ഈ ഗ്രൂപ്പിനെ മൾട്ടിപ്ലൈ ചെയ്യുക 2 × 4 × 3 × 3. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? നമ്മുടെ നാലാമത്തെ ടേം കിട്ടും. ഓക്കെ, A/B/C/D എന്ന ടേം കിട്ടും. ലാസ്റ്റ് അഞ്ചാമത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ, അതായത് എല്ലാ റേഷ്യോയിലും രണ്ടാമത്തെ ടേം മൾട്ടിപ്ലൈ 2 × 4 × 3 × 4 ചെയ്ത് കഴിഞ്ഞാൽ D എന്ന അവസാനത്തെ ടേം കിട്ടും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി 3 റേഷ്യോ മാത്രമേ ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ 3 റേഷ്യോ മാത്രം 4 വേരിയബിൾസ് ആണെങ്കിൽ നമ്മൾ ഇതേ ചെയ്ത ഓർഡർ തന്നെ ആദ്യം എന്ത് ചെയ്യാം? ആദ്യം എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒന്നാമത്തെ ടേം. അടുത്ത എന്ത് ചെയ്യാം? ആദ്യത്തെ റേഷ്യോയിലെ രണ്ടാമത്തെ ടേമും ബാക്കി ഒന്നാമത്തെ ടേമും ഇതേ നമ്മളിപ്പോൾ ചെയ്ത അതേ ഗ്രൂപ്പ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുക. എത്ര റേഷ്യോ ഉണ്ടോ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് വരും, പെയർ ചെയ്ത് വരിക. ഓക്കെ, ഇതാണ് പരിപാടി. അപ്പോൾ A/B/C/D/E എന്ന് പറഞ്ഞാൽ എന്ത് വരുക? ആദ്യത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഫസ്റ്റ് ഗ്രൂപ്പിന് മൾട്ടിപ്ലൈ ചെയ്യും 1 × 3 × 2 × 3 എത്ര വരും? 18 വരും. 18 രണ്ടാമത്തെ ടേം എന്താണ്? 2 × 3 × 2 × 3 ആണ്. അപ്പോൾ 6 × 6 36 വരും. ആ ഗ്രൂപ്പ് ഓർത്ത് നോക്കുക, 36. ഓക്കെ, അടുത്ത ടൈം അതാണ് 2 × 4 × 2 × 3 8 × 6 48 വരും അല്ലേ? 48 വന്നു. നെക്സ്റ്റ് ഏതാണ്? രണ്ടാമത്തെ ലെവലിൽ 3 അല്ലേ? 2 × 4 × 2 × 4 × 3 × 3 2 × 4 8 × 3 24 24 × 3 72 വരും. 72. ഓക്കെ, അവസാനത്തെ ടൈം ഏതാണ്? അവസാനത്തെ രണ്ടാമത്തെ റേഷ്യോ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 4 8 8 × 3 24 24 × 4 96 വരും. 96. ഇതാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള A/B/C/D/E എന്ന് പറയുന്നത്. ഇത് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് കേട്ടോ. കോമൺ ആയിട്ട് തന്നെ 6 കോമൺ ആയിട്ടുണ്ട് അല്ലേ? 6 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ എന്ത് കിട്ടും? 3. അടുത്തത് 6 വരും, പിന്നെ 8 വരും, പിന്നെ 72 12 വരും, അവസാനത്തത് 16 വരും. ഇതാണ് നമ്മുടെ A/B/C/D/E എന്ന റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ്? 3:6:8:12:16. എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ല, കാരണം 3 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്, ബാക്കിയൊക്കെ ഈവൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റില്ല, കോമൺ ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇതാണ് നമ്മുടെ A/B/C/D/E എന്ന റേഷ്യോ. നമ്മൾ ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല? A/B/C/D മാത്രമാണെങ്കിൽ 16 ഒഴിവാക്കുക, ബാക്കി എഴുതുക. ഓക്കെ, ഇതാണ് നമ്പേഴ്സിൻ്റെ വേരിയബിൾസ് അല്ല, റേഷ്യോ കൂടുന്നതിനനുസരിച്ചിട്ട് പെയർ ആക്കി മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം ഗ്രൂപ്പിലേക്ക് എത്തിനിൽക്കുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ടുകൊണ്ട് നിങ്ങൾ തന്നെ അല്ലേ, നമ്മൾ തന്നെ ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം? റേഷ്യോ കണ്ടെത്തുക. ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് പെയർ കറക്റ്റ് ആക്കുക. മൾട്ടിപ്ലൈ ചെയ്യുന്ന പെയർ കറക്റ്റ് ആക്കിയിട്ട് സ്പീഡ് ഫാസ്റ്റ് ആക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. If 2/3 of A is equal to 4/5 of the B, then A is to B. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടതാണല്ലേ. ഇതിൽ നമ്മളെ ടൈം ആൻഡ് വർക്കിലൊക്കെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. 2/3 of the A will be equal to 4/5 of the B. 4/5 of the B. 4/5 of B. ഇതാണ് നമ്മുടെ റേഷ്യോ. നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? A is to B ആണ് കാണേണ്ടത്. നമുക്ക് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്യാം. 1 ഇവിടെ 2 വരും, ബാക്കി എന്ത് വരും? 5. A/B = A/B. A is to B എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? A/B ആണെന്ന് അറിയാം അല്ലേ. സോ A/B എന്താണ്? 6/5 എന്ന് വരും. 6/5. A/B 6/5 ആണെങ്കിൽ A is to B എന്താണ്? 6:5. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 6:5. 6:5. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. A/B = 6/5 ആണ്. സോ A is to B 6:5 എന്ന് വരും. 6:5. നമുക്ക് എങ്ങനെ ഡയറക്റ്റായി ചെയ്യാം? If 2/3 of A equal to 4/5 of the B, ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 × 2 ക്യാൻസൽ ആക്കാം അല്ലേ. ബാക്കി എന്താ വരിക? 1/3 of A will be equal to 4/5 of the B ആണ്. A/B = 3 മുകളിലേക്ക് പോകുകയാണ് 6/5 എന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് പ്രാക്ടീസ് കഴിഞ്ഞാൽ 5 സെക്കൻഡ് കൊണ്ട് 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ സ്റ്റെപ്പ് കുറച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ആ രീതിയിലേക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് സ്പീഡപ്പ് ആക്കുക.
നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. If 2/3 of A is equal to 75% of the B is equal to 0.6 of the C, then A is to B is to C. ഇങ്ങനെ നന്നായി ഒന്ന് കണ്ട. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ ആയിട്ട് പറയാനുണ്ട്. ഇപ്പം സംതിങ് 3A is equal to 4B is equal to 2C. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ A is to B is to C ഡയറക്റ്റ് നമുക്ക് എഴുതാനുള്ള ഒരു വഴിയുണ്ട്. 3A equal to 4B is equal to 2C ഇങ്ങനൊരു റിലേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് A is to B is to C ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എഴുതാനുള്ള ഒരു പരിപാടി ഒന്നുമില്ല. A is to B is to C നമുക്ക് 3 നമ്പേഴ്സ് വേണം അല്ലേ. ആദ്യത്തെ നമ്പർ എൻ്റെ സ്ഥാനത്ത് എങ്ങനെയാണ് വാല്യൂസ് ഇട്ട് നോക്കാം. എൻ്റെ സ്ഥാനത്ത് എങ്ങനെ വാല്യൂസ് ഇട്ടാൽ A മാറ്റി നിർത്താം. എൻ്റെ ടേമിനെ ഈ ടേമിനെ അങ്ങ് മാറ്റി നിർത്താം. ബാക്കി ഏതിലാണുള്ളത് 4Bയും 2Cയും. അതിൽ നമ്പേഴ്സ് ആയിരുന്നു 4 2. അതിനുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 2 എത്ര കിട്ടാം 8 കിട്ടും അല്ലേ. 4 2 കഴിഞ്ഞാൽ 8. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് എന്താ എഴുതും 8 ചെയ്താൽ A is to B is to Cയിൽ എന് പകരം എന്ത് എക്ക് പകരം 8 എന്ന് വരും 8 വരും. അതെന്താണ് A ഒഴികെയുള്ള ബാക്കി 2 ടേമിലെയും കോയിഫിഷ്യൻസിനെ മൾട്ടിപ്ലൈ ചെയ്താണ് 4 into 8 കിട്ടി. ഇനി ബിന്ന് ഈ 4 ഒഴിവാക്കാം. മറ്റു രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക 3 into 6. ഓക്കെ. ലാസ്റ്റ് സിക്ക് വരെ എന്ത് ചെയ്യണം 4 into 3 12 വരും. 4 into 3 12 4 into 3 12 വരും. ഓക്കെ. 4 into 3 12. ഇനി നമുക്ക് കോമൺ ആയിട്ട് 2 ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ക്യാൻസൽ ആക്കുക. 4 is to 3 is to 4 is to 3 is to 6 എന്ന് വരും. 4 is to 3 is to 6 എന്ന് വരും. 4 is to 3 is to 6. ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. A is to B is to C 4 is to 3 is to 6. ഓക്കെ. ഇതാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2/3 of A equal to 2/3 of A is equal to 75% പറഞ്ഞാൽ 75/100 അല്ലേ. അത് നമുക്ക് 25 ക്യാൻസൽ ചെയ്താൽ 3/4 എന്ന് എഴുതാം. അപ്പോൾ 3/4 of B is equal to 0.6 എന്ന് പറഞ്ഞാൽ 6/10 ആണ്. 6/10 2 ക്യാൻസലൊക്കെ 3/5 എന്ന് എഴുതാം. സോ 3/5 of C ഇങ്ങനെ എഴുതാം. ഓക്കെ. 3/5 of C എന്ന് എഴുതാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ A is to B is to C എന്ന് പറയുന്നത് A കാണാൻ വേണ്ടിയിട്ട് ഈ 2 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. B കാണാൻ വേണ്ടിയിട്ട് ഈ 2 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. C കാണാൻ വേണ്ടിയിട്ട് ഈ 2 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരുമോ A കാണാൻ വേണ്ടിയിട്ട് ഈ 2 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഈ 2 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു എന്ത് വരും 9/20 എന്ന് വരും. 9/20 അല്ലേ. ആദ്യത്തെ റേഷ്യോ ആദ്യത്തെ വാല്യൂ ഉണ്ടാകും 9/20 ഇത് വരും. 9/20 എന്ന് വരും. അടുത്ത രണ്ടാമത്തെ കേസ് എന്താ വരുക രണ്ടാമത്തെ കേസിൽ 2/3 into 3/5 വരും. 6/50 എന്ന് വരും. 6/50 എന്ന് വരും. നെക്സ്റ്റ് ഇത് രണ്ടും മൾട്ടിപ്ലൈ അല്ലേ. 6/12 എന്ന് വരും. 6/12 1/2 എന്ന് എഴുതാം. 1/2 ഇതിനെങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രാക്ഷനാണുള്ളത് അതിനെങ്ങനെ നമുക്കൊരു വാല്യൂയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫുൾ ഹോൾ നമ്പറിലേക്ക് എങ്ങനെ മാറ്റാം. അതിന് ചെയ്യേണ്ടതാണ് നമ്മൾ ആദ്യം ഡിനോമിനേറ്ററിൻ്റെ നമ്പേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. 20 15 2 20 15 2 വാല്യൂസ്. ആദ്യം എന്ത് ചെയ്യണം ഇതിൻ്റെ LCM എടുക്കുക. ഇതിൻ്റെ LCM എത്രയാണ് 60 ആണ് വരിക. എത്രയാണ് LCM 60 ആണ് വരിക. 60 ആണ് വരിക. ആ 60നെ കൊണ്ട് ന്യൂമറേറ്ററിന് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം ഡിനോമിനേറ്റർ 60 ആക്കുന്ന സമയം LCM എടുക്കുന്ന സമയത്ത് എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യും 60 ആക്കും. ഇവിടെ 60 വരും. 20 60 ആവും. 15 60 ആവും. അതുപോലെ ഈ രണ്ടും 60 ആവും. അതാണ് LCM എടുത്തുകൊണ്ട് ചെയ്യുന്നത്. നമ്മൾ ഡിനോമിനേറ്ററിനെ എല്ലാത്തിനും എന്താക്കും സെയിം ആക്കും. 60ലേക്ക് എത്തിക്കും. അതിൻ്റെ LCMലേക്ക് എത്തിക്കും. അങ്ങനെ LCMലേക്ക് എത്തിക്കുന്ന സമയത്ത് റേഷ്യോ ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്ററൊക്കെ എന്ത് ചെയ്യും ക്യാൻസൽ ആവും. ബാക്കി ന്യൂമറേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അതാണ് പരിപാടി. ഓക്കെ. എന്താ ചെയ്യുക അത് ഞാൻ എന്ത് ചെയ്യുന്നു 9/20. അപ്പം 9/20 എന്ന് പറയുമ്പം 20നെ 60 ആക്കാൻ വേണ്ടി ഞാൻ എത്രയാണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പം 9നെ ന്യൂമറേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. എത്രയാണ് 9നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ 27 എന്ന് വരും. 27 ഈസ് ടു ഇനി ഞാൻ 15നെ 60 ആക്കാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ. സോ 6നെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 24. ഓക്കെ. നെക്സ്റ്റ് 2നെ 60 ആക്കാൻ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ 30 എന്ന് വരും. ഇതാണ് നമ്മുടെ വാല്യൂ. 27 24 30. 27 24 30 ഞാൻ 3 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും എനിക്ക് 9 8 10. ഇതാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. 9 8 10 ആണ് നമ്മുടെ വാല്യൂ. ഇതാണ് നമ്മുടെ റിസൾട്ട് ഫൈനൽ റിസൾട്ട് എന്ന് പറയും. എന്താ ഇപ്പോൾ ചെയ്തത് നമ്മൾ പറഞ്ഞ ആദ്യത്തെ വാല്യൂവിനെ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കി. ഓക്കെ. അതിന് ഞാൻ എന്ത് ചെയ്തു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ആ റേഷ്യോയിലൊക്കെ A is to B is to C എന്ന് എഴുതാൻ വേണ്ടിയിട്ട് A is to B is to C എന്ന ടേമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ ആ മെത്തേഡ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. എന്റെ കിട്ടാൻ വേണ്ടിയിട്ട് ബിയും സിന്റെ കോഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്തു, ബി കിട്ടാൻ എന്റെ സിന്റെ കോഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്തു. ആ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ റേഷ്യോയിലേക്ക് എത്തിച്ചു. അതിൻ്റെ നമ്മളൊരു ഫ്രാക്ഷനാണ്, അതിനെ ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? എൽ സി എം എടുത്തു. ഡിനോമിനേറ്ററിന് LCM 20, 15, 2 LCM എത്രയാണ്? 60 ആ 60 ഞാൻ എന്ത് ചെയ്തു? ആ 60 എത്തിക്കാൻ വേണ്ടി 60ലേക്ക് ഡിനോമിനേറ്റർ എത്തിക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കുക. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ആദ്യത്തെ കേസിൽ 20നെ 60ലേക്കാകാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്തു? മുകളിലത്തെ ന്യൂമറേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ആദ്യത്തെ ടൈമിൽ. അപ്പോൾ 9 × 3 27 വന്നു. രണ്ടാമത്തെ ടൈമിൽ 15 60 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഞാൻ ന്യൂമറേറ്ററിനെ 6 × 4 24 ചെയ്തു. ഇനി ഡിനോമിനേറ്ററിനെ മൂന്നാമത്തെ ടേമിൽ 2 60 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ന്യൂമറേറ്ററിനെ 1നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 30 കിട്ടി. അപ്പം ടോട്ടൽ റേഷ്യോ എന്തായി? 27:24:30 എന്ന ഹോൾ നമ്പേഴ്സിലേക്ക് മാറി. അവിടെ 3 കോമൺ ആണ്. 3 കട്ട് ചെയ്യുന്ന സമയത്ത് 9:8:10 എന്ന വാല്യൂയിലേക്ക് മാറി. ഓക്കെ, ഇപ്പം ഇത്തരം ക്വസ്റ്റ്യൻസും മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, ചെയ്യാം. 33,630 are divided among A, B, C in such a manner that the ratio of the amount of A to B is 3:7 and the ratio of amount B to C is 6:5. The amount of money received by B. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ മണി എത്രയുള്ളത്? 33,630 നമ്മൾ ടോട്ടൽ മണി എന്ന് പറയുന്നത്. ഓക്കെ, അത് എയും ബിയും സിയും അങ്ങനെ 3 പേര് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 3 പേരും ഏതോ ഒരു പർട്ടിക്കുലർ റേഷ്യോയിലായിരിക്കും അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. 3 പേരും ഏതോ ഒരു പർട്ടിക്കുലർ റേഷ്യോ ആണ് ഡിവൈഡ്. അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഹിൻറ്റ് തന്നിട്ടുണ്ട്. എന്താണ്? എയും ബിയും തമ്മിൽ റേഷ്യോവും ബിയും സിയും തമ്മിൽ റേഷ്യോയും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? A:B:C എങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. 3:7 6:5. ഓക്കെ, 3:7 3:7 അതുപോലെ 3ഉം 7ഉം 6ഉം 5ഉം എങ്ങനെ ചെയ്യാം? 3ഉം 7ഉം 6ഉം 5ഉം എങ്ങനെ ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ A:B B C നമുക്ക് ഈ 3ന് രണ്ട് ഏതെങ്കിലും ഒരു ടേമിന് ബിനും സെയിം. ഓക്കെ, എയും ബി ആണ്, നടക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്താൽ 3 × 6 18 വരും. 6 × 7 42, 7 × 5 35 എന്ന് വരും. ഓക്കെ, 18:42:35 എന്ന് വരും. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. A:B:C കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഓക്കെ, അത് നമുക്ക് എങ്ങനെ നടത്താം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 18:42:35 അല്ലേ. 18:42:42:35 എന്ന വാല്യൂയിലേക്ക് നമുക്ക് കിട്ടും. ഇതാണ് നമ്മളെ റേഷ്യോ A:B:C എന്ന റേഷ്യോ. ഈ റേഷ്യോയിലാണ് നമ്മൾ ടോട്ടൽ 33,630 രൂപേനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് ചെയ്താൽ മതി? 42 ഡിവൈഡ് ബൈ ഈ ടോട്ടൽ 90 ഇൻറ്റു ഈ 33,630 കഴിഞ്ഞാൽ നമുക്ക് ബീൻ്റെ ഷെയർ കിട്ടും അല്ലേ. ബീൻ്റെ ഷെയർ കിട്ടും. അത് നമുക്ക് യൂണിറ്റ് കൺസെപ്റ്റിലേക്ക് വരികയാണ്. എന്ത് ചെയ്യാം? ടോട്ടൽ എത്രയാണുള്ളത്? 42, 50, 60, 95 ടോട്ടൽ. 95. അപ്പോൾ 95 യൂണിറ്റാണ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 33,630. 95 യൂണിറ്റാണ്. 95 യൂണിറ്റാണ്. സമ്മ് അത്രയായിരിക്കുമല്ലോ. സമ്മ് നമുക്ക് 95 കിട്ടിയിട്ടുണ്ട്. 95 യൂണിറ്റ് എന്ന് പറയുന്നത് 33,630 ഓക്കെ, 90. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയാണ്? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 33,630 ഡിവൈഡ് ബൈ 95 ആണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു യൂണിറ്റ് എന്ന് പറയുന്നതാണ് 33,630 ഡിവൈഡ് ബൈ 95. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? ഇത് ചെയ്താൽ നമുക്കൊരു വാല്യൂ ഇവിടെ എങ്ങനെ ചെയ്യാം? നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാം. 5 വെച്ച് ക്യാൻസൽ ചെയ്ത് ഇവിടെ 19 വരും. മുകളിൽ എത്ര വരും? 6 × 30 35 36 7 35 13 25 10 30 6. ഓക്കെ, ഇതിന് വേണ്ടി നമുക്ക് 19 വെച്ച് ഡിവൈഡ് ചെയ്യാം. 19 വെച്ചിട്ട് 1 3 3 × 19 57 ആണ് വരും. 57. ബാക്കി 10 102 എത്ര വരും? 5 95 76 എത്ര വരും? 4 വരും. അപ്പോൾ 354 ഒരു യൂണിറ്റ്. 354 ഒരു യൂണിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ബി. അപ്പോൾ 42 ഇൻറ്റു ബീൻ്റെ ഷെയറിലാണ് എടുക്കുക. 42 ഇൻറ്റു 354 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബീൻ്റെ ടോട്ടൽ ഷെയർ കിട്ടും. ഓക്കെ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് 1 ലൈൻ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഫാസ്റ്റായിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ നോക്കുക, നമ്മൾ ഓപ്ഷൻ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇവിടെ ഓപ്ഷൻ തന്നിട്ടില്ല. ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് നമുക്ക്
ഒരു ഡിജിറ്റ് മാത്രമേ എൻഡിൽ എയ്റ്റിൽ എൻഡ് ചെയ്യുന്ന ഒറ്റ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്കറിയാം ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 2 എത്രയാണ് 8 ആണ് വരുന്നത്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് 8 ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 8 ഏതോ ഒന്നാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ നോക്കിയിട്ട് ഒന്ന് മാത്രമേ യൂണിറ്റ് ഡിജിറ്റ് 8 ഉള്ളതുള്ളെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചില ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് ഇപ്പം 2 ഓപ്ഷൻ 8 എൻഡ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് മറ്റ് 2 ഓപ്ഷനെ കുറിച്ച് ബോധമാവേണ്ട ആവശ്യമില്ല. അല്ല, ഈ 2 ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അടുത്തൊരു നമ്പർ കൂടെ നോക്കുന്ന സമയത്ത് 10 ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് ഏത് നമ്പറാണോ കിട്ടുന്നത് അതായിരിക്കും ചിലപ്പോൾ അടുത്ത ശരി ആൻസർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഓരോന്ന് മൾട്ടിപ്ലൈ ജസ്റ്റ് ഒന്ന് ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ചിലത് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ആ രീതിയിലും കൂടെ നമ്മൾ തിങ്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡാണ്. 2a = 3b = 4c ആണെങ്കിൽ a/b/c എന്ന് ഡയറക്റ്റ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കണ്ടുപിടിക്കുക. എത്രയാണ് 3 × 4 12 ആണ് എൻ്റെ സ്ഥാനത്ത് വരിക. ബിൻ്റെ സ്ഥാനത്ത് വരും 2 × 4 8 വരും. സിൻ്റെ സ്ഥാനത്ത് 3 × 2 6 വരും. എത്രയാണ് 12 അല്ലേ 12 ബിൻ്റെ സ്ഥാനത്ത് വരും 2 × 4 8 സിൻ്റെ സ്ഥാനത്ത് 3 × 2 6 എന്ന് വരും. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6:4:6:4:3 ഇതാണ് നമ്മുടെ a/b/c എന്നതിൻ്റെ ആൻസർ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പരിപാടി നമ്മൾ ഇങ്ങനെ റിലേഷൻ തന്നു കഴിഞ്ഞാൽ a/b/c കാണാൻ നമ്മൾ ഒട്ടും മുന്നേ പറഞ്ഞത് ആ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. എ പേഴ്സൺ ഡിസ്ട്രിബ്യൂട്ട്സ് ഹിസ് പെൻ എമംഗ് 4 friends ABCD in the ratio 1/3 1/4 1/5 1/6. What is the minimum number of pens that person should have? ഓക്കെ, 4 ആൾക്ക് ഈ റേഷ്യോ നമ്മൾ തന്നിരിക്കുന്ന ഈ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിനിമം നമ്പർ ഓഫ് പെൻ ദാറ്റ് ഷുഡ് ഹാവ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ചെയ്യേണ്ടതാണ് ഈ റേഷ്യോ, ആ 4 ആൾക്കാരും തമ്മിലുള്ള റേഷ്യോ കറക്റ്റായിട്ട് കണ്ടെത്തിയാൽ മതി. ആ ABCDൻ്റെ റേഷ്യോ എത്രയാണെന്ന് കണ്ടെത്തിയാൽ മതി. ഓക്കെ, ചെയ്തോ. 1/3 1/4 1/5 1/6 ആണല്ലേ. 1/3 1/4 1/5 1/6 ഇതാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വാല്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എന്ത് ചെയ്യാം, ഫ്രാക്ഷൻ ആണ്, അതിനെ ഹോൾ നമ്പറിലേക്ക് ആക്കാൻ ആദ്യം എന്ത് ചെയ്യാം, ഡിനോമിനേറ്ററിൻ്റെ LCM കണ്ടെത്താം. 3 4 5 6 LCM എത്രയാണ് 60 ആണ് അല്ലേ, 60 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വലി ചെയ്യുന്നതാണ് 60 ആണെന്ന് പറയാം. 60 നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്, ഹോൾ നമ്പർ ആക്കാൻ ഓരോ നമ്പറിനെയും ഓരോ ഫ്രാക്ഷനെയും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഓരോ ഫ്രാക്ഷനെയും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1/3 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എനിക്ക് എത്ര കിട്ടാം, 20 കിട്ടും. ഓക്കെ, 20 കിട്ടും. 1/4 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 കിട്ടും. 1/5 ഞാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ 12 കിട്ടും. 1/6 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൽ എന്ത് കിട്ടും, 10 കിട്ടും. ഇതാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചില കേസിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 3 60 20 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ മുകളിൽ എന്തായിരിക്കും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഇപ്പോൾ 1 ആയതുകൊണ്ട് 1 × 2 എല്ലാത്തിൻ്റെയും 1 ആയതുകൊണ്ട് 1 × 20 1 × 15 1 × 12 ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ വേറെ നമ്പേഴ്സിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇപ്പോൾ 2/3 ആണെങ്കിൽ 2 × 20 40 എന്ന് വരും. ഓക്കെ, 2/3 ആണെങ്കിൽ 2 × 20 40 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു LCM അതാണ് പറഞ്ഞത്. ഒന്നുകിൽ 60 കൊണ്ട് ടോട്ടൽ ഓരോ ഫ്രാക്ഷനെയും ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ഡിനോമിനേറ്ററിന് സെയിം തന്നെയാണ്, നമ്മളൊരു മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് മാത്രം. ഒന്നുകിൽ ഡിനോമിനേറ്റർ 3 എന്നതിനെ 60 ആക്കാൻ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ 20 കൊണ്ട്, ആ 20നെ മുകളിലത്തെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയും കൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയായാലും ഈ വാല്യൂ റേഷ്യോയിലേക്ക് എത്തി, ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. 20 15 35 40 70 57 നമുക്ക് എന്ത് കിട്ടി, 57 കിട്ടി. ഇങ്ങനെ 57 പെന്ന് 50, അതായത് ഒരു യൂണിറ്റ് അല്ലേ, 57 യൂണിറ്റ് ആണ് ആക്ച്വലി. 57 യൂണിറ്റ് ആണ് ടോട്ടൽ പെന്നിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അല്ലേ. റേഷ്യോനെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ പെൻ എന്ന് പറയുന്നത്. 57 യൂണിറ്റ് ആണ്. യൂണിറ്റിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് മിനിമം നമ്പർ ഓഫ് പെൻസ് കിട്ടും അല്ലേ. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് മിനിമം നമ്പർ ഓഫ് പെൻ. അതായത് 57 ഉണ്ടായിരുന്നെങ്കിൽ, 57 ആ പുള്ളിയുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പെന്നിന് എങ്ങനെ റേഷ്യോ 1/3 1/4 1/5 1/6 എന്ന റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഡിവൈഡ് ചെയ്യായിരുന്നു. സോ നമ്മുടെ ആൻസർ എത്രയാണ്, 57. നമ്മളെന്താ ചെയ്തത്, ആക്ച്വലി ചെയ്തത് A/B/C/D എന്ന റേഷ്യോയിൽ
ഒരാൾ അയാളുടെ കയ്യിലെ പെന്ന് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് റേഷ്യോ ഫ്രാക്ഷനിലായതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ്, ആ ഫ്രാക്ഷനെ ഹോൾ നമ്പർ ആക്കി മാറ്റി. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് 20:15:15:10 കിട്ടി. ഇനി ഇതിന് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്തു 57 യൂണിറ്റ് എന്ന് കിട്ടി. ഓക്കെ, 57 യൂണിറ്റ്. അപ്പോൾ മിനിമം നമ്പർ ഓഫ് ആണ് ചോദിച്ചത്. അപ്പോൾ 57 മിനിമം ആവണമെങ്കിൽ യൂണിറ്റിൻ്റെ 1 യൂണിറ്റ് ആകുമ്പോഴാണ് ടോട്ടൽ യൂണിറ്റിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് മിനിമം ആവുക. അപ്പോൾ 57 ആണ് നമ്മുടെ ടോട്ടൽ വാല്യൂ, മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, 57 ആണ് ക്വസ്റ്റിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. In a school, total number of students is 256. The ratio of boys and girls are 9:7. Then the number of girls. നമ്മൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7ൻ്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് അസ്യൂം ചെയ്യായിരുന്നു. കാരണം 7 ആണ് റേഷ്യോ, 9:7 ആണ്, 7 ഗേൾസ് ആണ്. സോ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ഗേൾസിൻ്റെ നമ്പർ എന്ന് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. പക്ഷേ 1, 2, 3 ഓപ്ഷൻ 7ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മെത്തേഡ് നടക്കില്ല. അപ്പോൾ നമ്മൾ ആക്ച്വൽ റിയൽ മെത്തേഡിലേക്ക് വരും. എങ്ങനെയാണ് ടോട്ടൽ? നമുക്ക് യൂണിറ്റ് കൺസെപ്റ്റ് നോക്കാം. ടോട്ടൽ ആൾക്കാർ എത്രയാണ്? 9:7 ആണല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 16. അപ്പോൾ 16 യൂണിറ്റാണ് 256 256 എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു യൂണിറ്റ് എത്രയാണ്? ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 256/16 16 തന്നെ കേട്ടോ. ഒരു യൂണിറ്റ് 16. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 7 യൂണിറ്റാണ് ഗേൾസുകൾ. അപ്പോൾ 7 × 16 എത്രയാണ്? 112 ഇടും. 112 ആണ്. 112 ഗേൾസ് ആണ് എന്തുള്ളത് ഇവിടെ ഉള്ളത്. ഓക്കെ, 112 ഗേൾസ്. ഇതാണ് യൂണിറ്റ് കൺസെപ്റ്റ് വെച്ച് ഉള്ള ക്വസ്റ്റ്യൻ. ബേസിക് പ്രോബ്ലം ആണ്. നമ്മൾ ഇതുപോലുള്ള പ്രോബ്ലം ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ അത് ഓപ്ഷണൽ എലിമിനേഷൻ ആയിരുന്നു. ഓപ്ഷനിൽ ഒരു 7ൻ്റെ മൾട്ടിപ്പിൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ. നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക 7ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടോ എന്ന്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ റിയൽ ഈ മെത്തേഡിലേക്ക് വരും. ഓക്കെ, നെക്സ്റ്റ്. If 3 numbers are in the ratio 3:2:5, sum of the squares is equal to 1862, then which number is in middle one? Okay, ഇതാണ് 3:2:5 എന്ന റേഷ്യോയിലാണ് നമ്മുടെ ഏതുള്ളത്, നമ്മുടെ നമ്പേഴ്സ് ഉള്ളത്. 3:2:5 നമുക്കറിയാം. നമ്പർ എന്ന് പറയുന്നത് 3 യൂണിറ്റ്, 2 യൂണിറ്റ്, 5 യൂണിറ്റ്. അതാണ് നമ്മൾ ഓരോ നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 യൂണിറ്റിൻ്റെ സ്ക്വയർ, 2 യൂണിറ്റിൻ്റെ സ്ക്വയർ, 5 യൂണിറ്റിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? 9 യൂണിറ്റ് സ്ക്വയർ, 4 യൂണിറ്റ് സ്ക്വയർ, 25 യൂണിറ്റ് സ്ക്വയർ അല്ലേ സ്ക്വയർ എടുക്കുമ്പോൾ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ആ സ്ക്വയറിൻ്റെ സം എന്ന് പറയുമ്പോൾ എത്ര വരിക? 9 യൂണിറ്റ് സ്ക്വയർ പ്ലസ് 4 യൂണിറ്റ് സ്ക്വയർ പ്ലസ് 25 യൂണിറ്റ് സ്ക്വയർ അല്ലേ. 25ഉം 9 34 38 യൂണിറ്റ് സ്ക്വയർ ആണ് ഇത് 1862 എന്ന് പറയുന്നത് അല്ലേ. ഈ ഓരോ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ ആണ് എന്ന് പറയുന്നത് 1862. അതായത് 38, ഞാനൊന്നും കാര്യമായിട്ടൊന്നും എഴുതില്ല, 38 യൂണിറ്റ് സ്ക്വയർ ആണ് എന്ന് പറയുന്നത്. 38 യൂണിറ്റ് സ്ക്വയർ ആണ് 1862 എന്ന് പറയുന്നത്. ഓക്കെ, 1800. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് സ്ക്വയർ എത്രയായിരിക്കും? 1 യൂണിറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 1862 ഡിവൈഡ് ബൈ 38. 1862 ഡിവൈഡ് ബൈ എത്ര കിട്ടും? 38 ചെയ്താൽ മതി. എത്ര കിട്ടുക? ജസ്റ്റ് മൾട്ടിപ്ലൈ. 154 എത്ര? 38 നോക്കാം. 5 38 ആകുമ്പോൾ 190 ആവും. അപ്പോൾ 4 38 അല്ല, 4 38 ആണുള്ളത്. 4 38 120 152 134 49 വരും അല്ലേ. 49 വരും. അവർ ഇത് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്നിട്ട് 49 എന്നിട്ട് ഒരു യൂണിറ്റ് സ്ക്വയർ ആണ് 14. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയാണ്? സോ ഒരു യൂണിറ്റ് 49ൻ്റെ റൂട്ട് ആയിരിക്കും. എത്ര കിട്ടുക? ഒരു യൂണിറ്റ് സ്ക്വയർ ആണ് 49. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 7 കിട്ടും. ഒരു യൂണിറ്റ് 7 ആണ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വിച്ച് നമ്പർ ഈസ് മിഡിൽ വൺ? ഏതാ മിഡിൽ വൺ? 2 യൂണിറ്റ് ഉള്ളതാണ് മിഡിൽ വൺ അല്ലേ. 2 × 7 14 ആണ് നമ്മുടെ ആൻസർ. 14 ആണ് നമ്മുടെ ആൻസർ. എന്താ ചെയ്തത്? നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് 3:2:5 ആണ്. അപ്പോൾ നമ്മൾ ഓരോ നമ്പറും 3 യൂണിറ്റ്, 2 യൂണിറ്റ്, 5 യൂണിറ്റ് ആണ് എടുത്തു. ഓക്കെ, അതിൻ്റെ സ്ക്വയർ ഓരോ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ ഓഫിൻ്റെ സമ്മാണ് 1862. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 3 യൂണിറ്റ് സ്ക്വയർ 9 യൂണിറ്റ് സ്ക്വയർ പ്ലസ് 4 യൂണിറ്റ് സ്ക്വയർ പ്ലസ് 25 യൂണിറ്റ് സ്ക്വയർ. അപ്പോൾ ടോട്ടൽ 38 യൂണിറ്റ് സ്ക്വയർ ഈക്വൽ ടു 1862 കിട്ടും. ഒരു യൂണിറ്റ് സ്ക്വയർ 1862/38 ചെയ്ത് കഴിഞ്ഞാൽ 49 കിട്ടും. ഒരു യൂണിറ്റ് 7 കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 യൂണിറ്റ്, അതാണ് നമ്മുടെ സെക്കൻഡ് നമ്പർ, മിഡിൽ നമ്പർ എന്ന് പറയും. 2 യൂണിറ്റ് 2 × 7 14. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്. In a college union, there are 48 students. 48 students ആണ്. ടോട്ടൽ 48 സ്റ്റുഡൻസ് ആണുള്ളത്. The ratio of the number of boys to girls is 5:3 ആണ്. The number of girls to be added in the union so that the ratio of boys to girls is 6:5. എന്താ പ്രശ്നം? കുറച്ച് നമ്മൾ ഗേൾസിനെ നമ്മൾ ആഡ് ചെയ്യുന്നു, ബോയ്സിനെ മാറ്റുന്നില്ല, ഗേൾസിനെ കുറച്ച് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ റേഷ്യോ 6:5 ആകും. അങ്ങനെയാണെങ്കിൽ എത്ര ഗേൾസിനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ഓക്കെ, എത്ര ഗേൾസിനെയാണ് ആഡ് ചെയ്യേണ്ടത്? നമ്മൾ നോക്കുക. നമ്മൾ ഒരു
റേഷ്യോയിലുള്ള സാധനം 5:3 എന്ന റേഷ്യോയിലേക്ക് എത്രയോ ആഡ് ചെയ്തിട്ട് പുതിയൊരു റേഷ്യോയിൽ എത്തിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. നമ്മൾ യൂണിറ്റ് കൺസെപ്റ്റ് എടുക്കുമ്പോൾ രണ്ട് റേഷ്യോയിൽ യൂണിറ്റും ഡിഫറെൻ്റ് ആണെന്ന കാര്യം ഓർത്ത് നോക്കുക. ഓക്കെ, രണ്ടിലെയും യൂണിറ്റ് എന്ന് പറയും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ നോക്കാം. ആദ്യത്തെ കേസിൽ 5:3 ആണ് ടോട്ടൽ. ഇനിഷ്യൽ കേസിൽ 5:3 ആണല്ലോ, 5:3 അങ്ങനെ ടോട്ടൽ എത്രയാണ്? 5 3 8 ആണല്ലോ ടോട്ടൽ വരുന്നത്. ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 48. അപ്പോൾ ടോട്ടൽ യൂണിറ്റ് എത്ര? 8 യൂണിറ്റ് ആണ് 48. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 48/8 1 യൂണിറ്റ് 6 എന്ന് വരും. 1 യൂണിറ്റ് 6 എന്ന് വരും. ആദ്യത്തെ കേസിൽ 1 യൂണിറ്റ് 6 ആണ്. ആണല്ലോ, ക്ലിയർ. നെക്സ്റ്റ് രണ്ടാമത്തെ റേഷ്യോ എത്രയാണ്? 6:5. 6:5. നമുക്ക് ഇനിഷ്യലി എത്ര? 5 യൂണിറ്റ് ആണ് കുട്ടികളിൽ, ആൺകുട്ടികളിൽ ഇനിഷ്യലി 5 യൂണിറ്റ് ആണ്. അതായത് ഒരു യൂണിറ്റ് 6 ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 30 നമുക്ക് ടോട്ടലായിട്ട് ബോയ്സ് ഉള്ളത്, ടോട്ടൽ ബോയ്സ് ഉള്ളത്. അപ്പോൾ ഈ 6 യൂണിറ്റ് ആണ് നമ്മൾ ഈ രണ്ടാമത്തെ കേസിലെ ബോയ്സ് എന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. 6 യൂണിറ്റ് എത്രയായിരിക്കും? 6 യൂണിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ബോയ്സ് ആണ്, അത് മാറ്റമില്ല. എത്രയാണ്? 30 തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ 30 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണല്ലോ. രണ്ടാമത്തെ കേസിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഗേൾസിൻ്റെ എത്ര? 5 യൂണിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 25 ഗേൾസ് വരും. 25 ഗേൾസ് വരും. ഇനിഷ്യലി എത്ര ഗേൾസാണ് ഉണ്ടായത്? 3 × 6 18 ഗേൾസാണ് ഇനിഷ്യലി ഉണ്ടായത്. അത് എത്രയിലേക്ക് മാറി? 25ലേക്ക് മാറി. അതായത് 7 ഗേൾസിന് നമ്മൾ ആഡ് ചെയ്തു. 7 ഗേൾസിനെയാണ് ആഡ്. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് ടു ബി ആഡഡ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്രയാണ്? 7 ആണ് ആൻസർ. എത്രയാണ്? 7 ആണ് ആൻസർ. 7 ആണ് ആൻസർ. എന്താ ചെയ്ത് ഇവിടെ ഇപ്പം നോക്കാം. 48 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ. നമ്മൾ ഇനിഷ്യൽ റേഷ്യോ എത്ര പറഞ്ഞു? 5:3 എന്ന് പറഞ്ഞു. 5:3. ഈ 48 നമ്മൾ 5:3 റേഷ്യോയിലേക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോയ്സ് എത്രയാവും? 30 കിട്ടും, ഗേൾസ് 18 കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. 18 ഗേൾസ് ഇനിഷ്യൽ ഉണ്ടായത്. രണ്ടാമത് എന്താണ് ക്വസ്റ്റ്യൻ? അതിന് റേഷ്യോ എന്തായി? 6:5 മാറി. 6:5 മാറി. നമ്പർ ഓഫ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ എണ്ണം ബോയ്സിൻ്റെ എണ്ണം മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കേസിൽ 6 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 30. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഒരു യൂണിറ്റ് 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 5 യൂണിറ്റ് ആണ്. 5 × 25. 5 × 5 25. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് രണ്ടാമത്തെ കേസിൽ 25 ആണ്. ആ 18 നിന്ന് 25ലേക്ക് അത് മാറി. അപ്പോൾ എത്രയാണ് ആഡ് ചെയ്തത്? 7 ഗേൾസിനാണ് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആൻസർ എത്രയാണ്? 7. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്പർ ഓഫ് ഗേൾസ് ടു ബി ആഡഡ് ഇൻ ദ യൂണിയൻ ആണ് ക്വസ്റ്റ്യൻ. എത്രയാണത്? 7 ആണെന്ന് ഓർത്ത് നോക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഫാസ്റ്റ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 10 സെക്കൻഡോ 20 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് x is to y equal to 2:5, then 5x plus 3y is to 5x minus 3y is equal to. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള പരിപാടി എന്താണ്? എക്സിന്, കാരണം ഇത് റേഷ്യോ ആണല്ലോ. ആക്ച്വലി നമുക്ക് ഗിവൻ ക്വസ്റ്റ്യൻ എത്രയാണ്? റേഷ്യോയിലാണുള്ളത്. അപ്പോൾ ഞാൻ എക്സിൻ്റെ വാല്യൂ 2 യൂണിറ്റ് എന്നും വൈൻ്റെ വാല്യൂ 5 യൂണിറ്റ്, അത് നമ്പേഴ്സ് അല്ല. എക്സ് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റും വൈ എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റും എടുത്തിട്ട് ഈ ഇക്വേഷൻ നമ്മൾ രണ്ടാമത്തെ 5x + 3y സ്ഥാനത്ത് എക്സിന് പകരം 5 യൂണിറ്റ് എന്നും 2 യൂണിറ്റ് എന്നും വൈക്ക് പകരം 5 യൂണിറ്റ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു റേഷ്യോ കിട്ടും അല്ലേ? ഡിവൈഡ് ബൈ 5x - 3ക്ക് പകരം അതുപോലെ രണ്ടും സെയിം വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ നമുക്ക് മുകളിലും താഴും ഒരു യൂണിറ്റ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അല്ല? യൂണിറ്റ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. പക്ഷെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നമ്മൾ എക്സിനും വൈക്കും 2 യൂണിറ്റ് ഒന്നും 5 യൂണിറ്റ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ താഴെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും യൂണിറ്റ് കോമൺ ആയിട്ട് ആ യൂണിറ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താണ്? നമ്മൾ എക്സിനും വൈക്കും 2ഉം 5ഉം കൊടുത്ത അതേ അവസ്ഥയായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ യൂണിറ്റ് ഒന്നും കൊടുക്കുന്നില്ല. x is to y equal to 2:5, 5x plus 3y is to 5x minus 3y എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? 2 കൊടുക്കും. വൈൻ്റെ സ്ഥാനത്ത് 5 കൊടുത്തിട്ട് ഡയറക്റ്റ് അങ്ങ് വാല്യൂ കണ്ടെടുത്തു. എന്താ ചെയ്യുന്നത്? എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുന്നു, വൈൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ റേഷ്യോ ആൻസർ നോക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 10 പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് എന്ത് തോന്നുന്നു? 5 കൊടുത്തു. 3 × 5 = 15. 10 + 15 ഡിവൈഡ് ബൈ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ആണ് അല്ലേ? അപ്പം 5 2 10 മൈനസ് നമ്മുടെ റേഷ്യോ ഒന്നുകിൽ 5:2 എന്നാണ് കേട്ടോ. ഓക്കെ, 5:2 എന്നാണ് നമ്മുടെ റേഷ്യോ. 5:2 എന്നാണ്. നെഗറ്റീവ് വരുന്നില്ല, ആൻസർ നെഗറ്റീവ് വരുന്നില്ല. നമ്മുടെ ആൻസർ റേഷ്യോ എന്താണ്? 5:2 ആണെന്ന് എടുക്കുക. ഓക്കെ, 5:2. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യനിൽ ഈ 2:5 വരും. x is to y എന്താണ്? 5:2 എന്നെടുക്കുക. 5:2 എന്നെടുക്കുക. ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റാം. ഇനി നമ്മൾ എന്താണ് റേഷ്യോ നോക്കാം. 25. 5 × എക്സിന് 5 എന്നും വൈക്ക് 2 എന്നും കൊടുക്കും. അപ്പോൾ 5 25 + 6 31 എന്ന് വരും.
ഒന്നാമത്തെ സാധനം. ഇതിനെന്ത് വരും? ഇത് 31 എന്ന് തോന്നും. രണ്ടാമത്തെ എന്ത് വരും? 5x മൈനസ് 3y 25 മൈനസ് 6 എന്ന് വരും. 19 31/19 എന്ന് വരും. നമ്മൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. വാല്യൂസ് വിട്ടെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ 5:2 x/y 5:2 എന്ന് ചോദിച്ചിട്ട് രണ്ട് ആൽജിബ്രിക് ഫോം, ഈ എക്സും വൈ ഉള്ള രണ്ട് ആൽജിബ്രിക് ഇക്വേഷൻ്റെ റേഷ്യോ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എത്രയാണോ നമ്മൾക്ക് എക്സിൻ്റെയും വൈൻ്റെ റേഷ്യോ തന്നത് അത് തന്നെ വാല്യൂ ആയിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എന്ന് ആലോചിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 177 is divided into 3 parts of the ratio 1/2, 2/3 and 4/5, then the second part is ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം എഴുതിയ ആ 3 പാർട്സിനെയും റേഷ്യോ കൊണ്ട് ഫ്രാക്ഷൻ ഉള്ളത് അതിനെ ഹോൾ നമ്പറിലേക്ക് മാറ്റണം. അതായത് 1/2, 2/3, 4/5 ഇതാണ് തമ്മിൽ. നമ്മളത് പറഞ്ഞത് ഡിനോമിനേറ്ററിൻ്റെ LCM എടുക്കുക. ഡിനോമിനേറ്റർ 235ൻ്റെ LCM എന്ന് പറയുന്നത് 30 ആണ്. അപ്പം 30 കൊണ്ട് എല്ലാ ഫ്രാക്ഷനെയും മൾട്ടിപ്ലൈ ചെയ്യുക. 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15, അത് 15 രണ്ടാമത്തെ കേസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലേ 20 ഒന്നാമത്തെ കേസ് അത് 30 LCM. അപ്പോൾ ആ ഡിനോമിനേറ്റർ 30 അത് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 6 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ, ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ. അങ്ങനെയാണെങ്കിൽ ഈ മോളിൽ തന്നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ എന്ത് വരും? 24. ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയും. 15:20:20 കോമൺ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 24, 44, 59 ടോട്ടൽ അല്ല, 59 ടോട്ടൽ സം എന്ന് പറയുന്നത്. ഇതിൻ്റെ മൂന്നിൻ്റെയും സം എത്രയാണ്? 59. അപ്പോൾ ടോട്ടൽ 59 യൂണിറ്റ് ആണ് ഇതിൻ്റെ സം എന്ന് പറയുക. 59 യൂണിറ്റ് ആണ് എന്ത് പറയുന്നത്? 177 എന്ന് പറയുക. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? ഒരു യൂണിറ്റ് 3 ആണ് അല്ലേ. 59 യൂണിറ്റ് 177 ആണെങ്കിൽ ഒരു യൂണിറ്റ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ടാണ് ചോദിച്ചത് അല്ലേ. സെക്കൻഡ് പാർട്ടിൽ നിന്ന് 20 യൂണിറ്റ് ആണുള്ളത്. സെക്കൻഡ് പാർട്ട് 20 യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് പാർട്ടിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 20 × 3 60. നമ്മുടെ ആൻസർ എത്രയാണ്? 60 ആണ് നമ്മുടെ ആൻസർ. 60 ആണ് ആൻസർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രാക്ഷൻ ആണ് റേഷ്യോ. അതിനെന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിനോമിനേറ്ററിൻ്റെ LCM എടുക്കുന്നു. ആ ഡിനോമിനേറ്ററിൻ്റെ LCMന് എന്ത് ചെയ്യുന്നു? ഓരോ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ നമ്മുടെ ഓരോ ഫ്രാക്ഷനും ഡിനോമിനേറ്റർ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണോ LCMലേക്ക് എത്തുക ആ വാല്യൂ കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ഹോൾ നമ്പർ ആയിട്ട് എഴുതുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനായിട്ട് നമ്മുടെ റേഷ്യോ ആയിട്ട് കിട്ടുക. ഈ റേഷ്യോനെ നമുക്ക് ക്യാൻസലാക്കാൻ പറ്റുകയാണെങ്കിൽ ക്യാൻസലാക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ടോട്ടൽ സം ചെയ്താൽ അത്ര യൂണിറ്റാണ് നമ്മൾ 177 തന്നിട്ടുണ്ട്. ആ യൂണിറ്റ് കണ്ടെത്തി 3 എന്ന് കിട്ടി. അതിനെന്ത് ചെയ്തു? ഓരോ ഇനി ഇപ്പം നമ്മൾ രണ്ടാമത്തെ പാർട്ട് ചോദിച്ചുകൊണ്ട് നമ്മൾ 2 × 20 × 30 നിർത്തി 3 എന്ന് നിർത്തി 60 കിട്ടി. നമ്മൾ തേർഡ് പാർട്ടാണ് ചോദിച്ചെങ്കിലോ ഈ മൂന്നാമത്തെ 24 അല്ലേ, 24 ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ 72 എന്ന് കിട്ടും. ഒന്നാമത്തെ പാർട്ടാണ് ചോദിച്ചെങ്കിൽ 15 3 കൊണ്ട് മൾട്ടിപ്ലൈ 45 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. There is a ratio of 5:4 between two numbers. 5:4 ആണ് രണ്ട് നമ്പേഴ്സിൻ്റെ. ഈ 40% of the first is 12, then 50% of the second number. 40% ഓഫ് ദ ഫസ്റ്റ് നമ്പർ എത്രയാണ്? 12. നമ്മൾ പെർസെൻറ്റേജ് എത്തുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് കണ്ടുപിടിക്കാൻ പഠിക്കാം. ഒക്കെ സിമ്പിളാവും, ഒരു ഫെമിലിയർ ആവും. ഇപ്പോൾ നോക്കുക 40% 12 ആണ്. അപ്പോൾ 10% എത്രയായിരിക്കും? 3 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ 100% എത്രയായിരിക്കും? 100% 30 ആയിരിക്കും. അപ്പം നമ്മുടെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. ഓക്കെ, ആദ്യത്തെ നമ്പർ 30 ആണ്. ആ 30 എന്ന് പറയുന്നത് എന്താണ്? 5:4 അല്ലേ. 5:4 എന്ന റേഷ്യോയിലുള്ളത് അല്ലേ. 5:4 എന്ന റേഷ്യോ. അപ്പോൾ 30 എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണ് 30. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയാണ്? ഒരു യൂണിറ്റ് 6 എന്ന് കിട്ടും. ഒരു യൂണിറ്റ് 6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എത്രയാണ്? 4 യൂണിറ്റ് ആണ്. എത്ര? സെക്കൻഡ് നമ്പർ 24 എന്ന് കിട്ടും. ഈ 24ൻ്റെ എത്ര ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ 50% ഓഫ് ദ സെക്കൻഡ് നമ്പർ. 24ൻ്റെ 50% എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയാണ് അല്ലേ. അപ്പോൾ എന്നിട്ട് നമ്മുടെ 12 ആണ് നമ്മുടെ ആൻസർ. സോ 12 ആണ് ആൻസർ. എന്താ ചെയ്തിപ്പം 5:4 എന്ന റേഷ്യോ തന്നിട്ടുണ്ട്. 40% ദ ഫസ്റ്റ് ഈസ് 12 എന്ന് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 100% ഓഫ് ഫസ്റ്റ് നമ്പറാണ് നമ്മൾ കണ്ടെത്തിയത്. 40% 12 ആണെങ്കിൽ 10% 3 ആയിരിക്കും. 100% 30 ആയിരിക്കും. അതായിരിക്കും നമ്മുടെ ആദ്യത്തെ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. കാരണം ആദ്യത്തെ റേഷ്യോൻ്റെ നമ്പർ എത്രയാണ്? 5 ആണ് അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റ് 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ 4 × 6 24 ആയിരിക്കും. ആ 24ൻ്റെ 50% എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ഓർണമെൻറ്റ് ദ റേഷ്യോ ഓഫ് ഗോൾഡ് ആൻഡ് കോപ്പർ ഈസ് 3:2. ദ പെർസെൻറ്റേജ് ഓഫ് ദ ഗോൾഡ് ഇൻ ഓർണമെൻറ്റ് എത്രയാണ്? 3:2 ആണെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് എങ്ങനെ പിടിക്കാം? ഗോൾഡിൻ്റെ ആണല്ലേ. അപ്പോൾ ഗോൾഡിൻ്റെ ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. അതായത് 3 ആണ് ഗോൾഡിൻ്റെ എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ 5 അല്ലേ. ടോട്ടൽ 3 + 2 5 വരും. 3/5
ഇൻറ്റു 100, 3/5 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? 60% ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 years ago the age of A and B is 11:14 and 4 years after the ratio will be 13:16. The percentage of A is, നമ്മൾ കഴിഞ്ഞ ലെസണിൽ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. അത് ഓപ്ഷൻ എലിമിനേഷൻ വഴിയാണ് ചെയ്തിട്ടുണ്ടായത്. എങ്ങനെ ചെയ്തിട്ടുണ്ടായത്? അത് നമ്മളെ ഗിവൻ ഓപ്ഷന് 4 കുറച്ചിട്ട് 4 കുറച്ചാൽ അത് 11ൻ്റെ മൾട്ടിപ്പിൾ ആവണം, 4 കൂട്ടിക്കഴിഞ്ഞാൽ 13ൻ്റെ മൾട്ടിപ്പിൾ ആവണം. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ കഴിഞ്ഞ ലെസണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ആദ്യം ചെക്ക് ചെയ്യുക, ഈ ഒരു മെത്തേഡ്. അതിൽ ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയാൻ പോകുന്ന മെത്തേഡിലേക്ക് വരണം. നോക്കുക, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 11:14 4 വർഷം മുന്നേയുള്ള റേഷ്യോ. 11:14. 4 വർഷം കഴിഞ്ഞാലുള്ള റേഷ്യോ എത്രയാണ്? 13:16. അതായത് ഇത് 8 വർഷം കഴിഞ്ഞപ്പോൾ റേഷ്യോ ആണല്ലേ. ആദ്യം ഇത് 4 വർഷം മുന്നേ, രണ്ടാമത്തത് 4 വർഷം കഴിഞ്ഞിട്ട് പ്രസൻറ്റ് നിന്ന്. അപ്പോൾ ഇത് തമ്മിലെ ഡിഫറൻസ് എത്രയാണ്? ടോട്ടൽ 8 years ആണ് ഇത് തമ്മിലെ ഡിഫറൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റേഷ്യോയിലെ ചേഞ്ചസ് നോക്കുക. 11:13 ആയത്. 11:13 2 യൂണിറ്റാണ് കൂടിയത്. 14:16 അവിടെ എത്രയാണ് കൂടിയത്? 2 യൂണിറ്റാണ് കൂടി. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ പറയും? റേഷ്യോ ബാലൻസ്ഡ് ആണെന്ന് പറയും. എന്താണ്? റേഷ്യോ ബാലൻസ്ഡ് ആണ്. 2 റേഷ്യോ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോ ഇൻഡിവിജ്വൽ ടേമും നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയുന്നത് സെയിം ആണെങ്കിൽ, 2 കേസും സെയിം ആണെങ്കിൽ നമ്മൾ ആ റേഷ്യോ ബാലൻസ്ഡ് ആണെന്ന് പറയും. ഇത് ബാലൻസ്ഡ് കേസാണ്. 11:13 14:16. ഓക്കെ, രണ്ടും ബാലൻസ്ഡ് കണ്ടീഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കൂടിയ 2 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 8 years ആണ് അല്ലേ? 8 years ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 വർഷമാണ്. ഓക്കെ, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 4 വർഷമാണ്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രസൻറ്റ് ഏജ് ആണ് കാണിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക? എയുടെ പ്രസൻറ്റ് ഏജ് 4 വർഷം മുന്നേ ഉള്ള എയുടെ വയസ്സ് കാണാൻ 11 യൂണിറ്റാണ് 4 വർഷം മുന്നേ ഉള്ള എയുടെ വയസ്സ്. അങ്ങനെയാണ് 4 വർഷം മുന്നേയുള്ള എയുടെ വയസ്സ് തന്നെ 11 × 4 44 വയസ്സാണ്. 4 വർഷം മുന്നേ 44 വർഷമാണ്. 44 years ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും എത്രയായിരിക്കും? 44ഓട് 4 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 48 കിട്ടും. നമ്മുടെ ആൻസർ 48. ഓക്കെ, ഇത് ബാലൻസ്ഡ് റേഷ്യോൻ്റെ കേസാണ്. 2 റേഷ്യോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സെയിം ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. 11:13 വരുമ്പോൾ 2 ആണ് കൂടിയത്. 11:14 വരുമ്പോൾ 2 കൂടി. ഇതിനാണ് ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും ബാലൻസ്ഡ് ആവണമെന്നില്ല. ആ സമയത്ത് എന്ത് വരും? ചേഞ്ച് വരും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of age of Ram and Rahim 10 years ago was എത്രയാണ്? 1:3 ആണ്. Ratio of their age 5 years after will be 2:3. Then the ratio of their present age. ഓക്കെ, ആദ്യത്തെ കേസ് എത്രയാണ്? 1:3 ആണ്. ഓക്കെ, 1:3 ആണ് 10 വർഷം മുന്നേ. ഓക്കെ, 5 വർഷം കഴിഞ്ഞിട്ട് എത്രയാണ്? 2:3 ആണ്. എത്രയാണ്? 2:3 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കേസാണോ? അല്ല. കാരണം എന്താണ്? ഇവിടെ 1 കൂടുകയാണ്. ഇവിടെ പക്ഷേങ്കിൽ 1 കൂടി. രണ്ടാമത്തെ കേസിൽ 3 ഒന്നും ചേഞ്ച് വന്നില്ല. അപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷൻ അല്ല. അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യണം? ബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് ആക്കി മാറ്റണം. എങ്ങനെയാണ് ബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് മാറ്റുക? നമ്മൾ ആദ്യം ആലോചിക്കണം. ഇത് 10 വർഷം മുന്നേയുള്ള കേസും ഇത് 5 വർഷം ശേഷമുള്ള കേസും. അപ്പോൾ ടോട്ടൽ ഡിഫറൻസ് എത്രയാണ്? 15 years ആണ് ടോട്ടൽ ഡിഫറൻസ്. ഇത് ബാലൻസ്ഡ് ആയിരുന്നെങ്കിൽ എത്രയാണോ ആഡ് ചെയ്തത് അത്ര യൂണിറ്റ് ഈക്വൽ ടു 15 എന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഡയറക്റ്റ് ഒരു ഏജിൻ്റെ വാല്യൂ കിട്ടുമായിരുന്നു. പക്ഷേ ഇത് ബാലൻസ്ഡ് അല്ല. നമുക്ക് ബാലൻസ്ഡ് ആക്കണം. എങ്ങനെ ആക്കാം? ഈ 3ൻ്റെയും 1ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഓക്കെ, 2ൻ്റെയും 3ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യം എത്രയേ ഉള്ളൂ? ഈ 2നെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 1നെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് കംപ്ലീറ്റ് റേഷ്യോന്. അപ്പോൾ പുതിയ റേഷ്യോ എന്ത് വരുക? 1നെ കൊണ്ട് ആദ്യം റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചേഞ്ച് ഇല്ല. 1:3 തന്നെ. 1:3 തന്നെ. രണ്ടാമത്തെ റേഷ്യോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരും 4:6 എന്ന് വരും. 4:6 എന്ന് വരും. ഓക്കെ, നോക്കാം. ഇത് ബാലൻസ്ഡ് ആണോ നോക്കാം. 1ന്ന് 3 കൂടുമ്പോഴാണ് 4, 3 കൂടുമ്പോൾ 6. അപ്പോൾ ബാലൻസ്ഡ് ആണ്. 3 യൂണിറ്റാണ് ഇപ്പം ഇൻക്രീസ് ചെയ്ത്. എത്രയാണ്? 3 യൂണിറ്റാണ് കൂടിയത്. ഓക്കെ, 3 യൂണിറ്റ് കൂടി. ആ 3 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആ 3 യൂണിറ്റ് എന്ന് പറയുന്നത് 15 years അല്ലേ? 15 വർഷം കഴിയുമ്പോഴാണ് സംഭവിക്കുന്നത്. 3 യൂണിറ്റ് എന്ന് പറയുന്നത് 15 years ആണ്. അങ്ങനെയാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 വർഷം. ഒരു യൂണിറ്റ് 5 വർഷമാണ്. ഓക്കെ, ഒരു യൂണിറ്റ് 5 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ 10 വർഷം മുന്നേ ഇപ്പം എന്താ ചോദിച്ചത്? റേഷ്യോ ഓഫ് ദ പ്രസൻറ്റ്. റേഷ്യോ ആണ് ചോദിച്ചത് അല്ലേ? ഓക്കെ, റേഷ്യോ ഓഫ് ദ പ്രസൻറ്റ് ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ്? 1:3 ആണ്. 1:3 ആണ് 10 വർഷം മുന്നേ ഉള്ള അവരുടെ റേഷ്യോ എന്ന് പറയും. ഓക്കെ, 10 വർഷം മുന്നേ. 10 വർഷത്തിന് ഇപ്പോഴത്തേക്ക് എത്ര യൂണിറ്റാണ് കൂടുന്നത്?
ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. അപ്പം 5 യൂണിറ്റ് കൂടുമ്പോഴാണ്, അല്ല 10 വർഷം എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ആണ് അല്ലേ. അങ്ങനെ 2 യൂണിറ്റ് കൂടുമ്പോഴാണ് ഇപ്പോഴത്തെ റേഷ്യോ കിട്ടുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആഡ് ചെയ്യുക, 2 യൂണിറ്റ് ആഡ് ചെയ്യുക. 3:5 ആയിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ റേഷ്യോ എന്ന് പറയും. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ 1 യൂണിറ്റ് കൂടിയപ്പോൾ എന്ത് കിട്ടി, 4:6 എന്ന് കിട്ടി അല്ലേ. 4:6 എന്ന് കിട്ടി. 5 വർഷം എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് 2 സ്ഥലത്തും കൂട്ടിയപ്പോൾ 4:6. ഇതാണ് നമ്മൾ നേരത്തെ ബാലൻസ്ഡ് ആക്കിയ റേഷ്യോ. 1:3 10 വർഷം മുന്നേ, 3:5 ഇപ്പോഴത്തെ 4:6 5 വർഷം കഴിഞ്ഞിട്ട്. 5 വർഷമാണ് 1 യൂണിറ്റ്. രണ്ടിലും ഓരോ യൂണിറ്റ് കൂടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, 5 വർഷം കഴിഞ്ഞു എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. The sum of age of, ഈ ക്വസ്റ്റ്യൻ നമ്മൾ റേഷ്യോ ബാലൻസിങ് അല്ല, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അത് അതേ മെത്തേഡ് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The ratio present age of Puneet and Appu is 2:3. After 3 years, their age will be 3:4. The present age of Puneet. ഇത്രയാണ്. ഇപ്പോഴത്തത് 2:3 ആണ്. ഇപ്പോഴത്തെ 2:3 ആണ്. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഏജ് എന്താവും, 3:4 ആവും. ഇവിടെ നോക്കുക, നമ്മളെ റേഷ്യോ ബാലൻസിങ് ആണ് നോക്കുക. 2 3 ആവാൻ 1 കൂടി, 3 4 ആവും 1 യൂണിറ്റ് കൂടി. റേഷ്യോ ബാലൻസിങ് ആണ്, രണ്ടിലും 1 ആണ് കൂടുന്നത്. അപ്പോൾ ആ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 വർഷമാണ്, 3 years ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, പ്രസൻറ്റ് ഏജ് ഓഫ് പുനീത്. പ്രസൻറ്റ് ഏജ് ഓഫ് പുനീത് അതാണ്. പുനീത് എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ 2 × 3, 1 യൂണിറ്റ് 3 ആണ്. അപ്പോൾ 2 യൂണിറ്റ് ആണ് പുനീതിൻ്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയും. അപ്പോൾ 2 × 6 3 അല്ലേ, 6 years ആണ് പുനീതിൻ്റെ ഇപ്പോഴത്തെ ആൻസർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്താ ചെയ്തത്, 2:3 എന്ന് പറയും ഇപ്പോഴത്തെ റേഷ്യോ. 3 വർഷം കഴിഞ്ഞാൽ 3:5 3:4 ആവും. നമ്മൾ നോക്കി, റേഷ്യോ ബാലൻസ്ഡ് ആണ്, കാരണം 2 ന്ന് 3 ആയി, 3 4 1 കൂടുന്നത്. ആ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 വർഷമാണ്, 3 years ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഏജ് പുനീതിൻ്റെ എത്രയാണ്, 2 യൂണിറ്റ് ആണ് ഇപ്പോഴത്തെ ഏജ്. അപ്പോൾ 2 × 3 6 years. ഇനി അപ്പൂൻ്റെയാണ് ചോദിച്ചെങ്കിൽ ഇപ്പോഴത്തെ ഏജ് ചോദിച്ചെങ്കിൽ 3 × 3 9 years ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ റേഷ്യോ പ്രസൻറ്റ് ഏജ് ഓഫ് രാഹുൽ ആൻഡ് സതീഷ് ഈസ് 2:1. ഇപ്പോഴത്തെ റേഷ്യോ എത്രയാണ്, 2:1 ആണ്. ഓക്കെ, ആൻഡ് ദ റേഷ്യോ ഓഫ് ദർ ഏജ് ആഫ്റ്റർ 30 years ഈസ് 7:6. അതാണ് 7:6 ആണ്. 7:6 ആണ്. 30 വർഷം കഴിഞ്ഞാൽ. വാട്ട് ഇസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് രാഹുൽ? വാട്ട് ഇസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് രാഹുൽ? ഇവിടെ നോക്കുക, 2 ന്ന് 5 കൂടി, 1 5 കൂടി. ഇവിടെ റേഷ്യോ ബാലൻസ്ഡ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അപ്പം 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 യൂണിറ്റ് 6 ആണ്. അങ്ങനെ എന്താ വെച്ചാൽ പ്രസൻറ്റ് ഏജ് ഓഫ് രാഹുൽ, രാഹുലിൻ്റെ പ്രസൻറ്റേജ് ആണ് എത്രയാണ്, 2 യൂണിറ്റ് ആണ് പ്രസൻറ്റേജ്. അപ്പോൾ 2 × 6 12 യൂണിറ്റ്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ലെസണിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.